അതെ വ്യത്യാസം വന്നില്ലേ? ഒരു വീടാന്നല്ല തോന്നുന്നത്, നമ്മളൊരു ഇനി ഇതില് കുറച്ച് ഹൈഡ് ആൻഡ് സീക്ക് ഗെയിംസ് ഉണ്ട്. അവർക്ക് പിന്നെ അറിയാം, അച്ഛനും അമ്മയും റൂം കണ്ടുപിടിക്കും. അച്ഛനമ്മയും കണ്ടില്ല. നിങ്ങൾക്കാണ് ആ ഗെയിം എവിടേക്കാണ് റൂമുകൾ കണ്ടുപിടിക്കണം. ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അല്ല ഈ ഭാഗത്ത് വെച്ചിട്ട് എങ്ങനെ നിങ്ങൾ മുന്നേ കണ്ടിട്ട് പിന്നെ കാണുമ്പോ ചിലപ്പോ മനസ്സിലാവും. കാരണം ഇതൊന്നും ഇങ്ങനെ ആയിരുന്നില്ല, ഇതൊക്കെ അടങ്ങിയിട്ടായിരുന്നു. എന്താണ് മിസ്റ്റർ നമ്പ്യ മനസ്സിലായിട്ടില്ല എന്താന്നുള്ളത് ആലോചിച്ച് നോക്ക്. എന്താണ് ഇത് ഓപ്പൺ ആക്കി. അപ്പൊ എന്താ വെച്ചാൽ സ്പേസും തോന്നും നമുക്ക് ഷൂട്ടിങ്ങിനൊക്കെ കുറച്ചുകൂടെ നല്ലതല്ലേ. അപ്പൊ നമുക്ക് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? തല്ലിപ്പൊളിയാ. ഇത് മിത്തുവിന്റെ ആണ്. മിത്തുവിന്റെ റൂമിക്ക് ഞാൻ ഓർഗനൈസ് ചെയ്യാൻ വാങ്ങിയതാ. എന്റെ റൂമിക്കുള്ള 1-ാം തീയതി. ബാർ യൂണിറ്റ്. പക്ഷെ അത് ഐസ് വെള്ളം കുടിക്കണവർക്ക് അത് കാര്യം. കുറച്ചുകൂടെ കേറുന്നല്ലോ. അല്ല പറയാൻ പറ്റില്ല. ഫുള്ള് റൊട്ടേറ്റ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ബാക്കിലേക്ക് ആക്കണ്ട, സൈഡിലേക്ക് തിരിയാം. ഈ ചേർന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങോട്ട് നോക്കുമ്പോ അവിടെ മിത്തുവിന്റെ റൂമാണ്. ഇതാണ് മിത്തുവിന്റെ റൂം. മിത്തുവിന്റെ ഇഷ്ടത്തിന്റെ പോലെ. ഓ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അവൾക്ക് ഓൾവേസ് വേണം സ്റ്റഡി ടേബിൾ. ഇത് വേണം. ഇതിന് ഈ ഒരു ലുക്ക് കിട്ടാനേ ഗ്ലാസ്. ഇത് എങ്ങനെയുണ്ട് ആ സാധനം? അതിങ്ങോട്ട് ഇതാക്കാം. പുള്ളി ഇത് താഴെ ഇത് വലിച്ചു കൊടുക്ക്. അപ്പൊ താഴത്തെ സ്പേസ് അത്രയ്ക്കും കിട്ടും. അല്ലെങ്കിൽ താഴെ ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ. ഇതിങ്ങനെ പാർട്ടി വെയർ ഡ്രസ്സുകളൊക്കെ വെക്കാൻ പറഞ്ഞു. മിത്തു അത് തുറന്നു കൊടുക്ക. മിത്തുവിന്റെ റൂം ഫുള്ള് മിത്തു പറഞ്ഞ പോലെ അവൾക്ക് ഇങ്ങനെ തന്നെ വേണം എന്നുണ്ടായിരുന്നു. എന്താ വെച്ചാ ഇനി ഇതേമാതിരി കാണും തോന്നില്ല. പക്ഷെ ഇതുവരെ ഇങ്ങനത്തെ സാധനം കണ്ടിട്ടില്ല. ഇതിന് പറയാ നമ്മള് ചുമരല്ല, പാനലിംഗ് എന്ന് പറയുന്നു. പാനലിംഗ് അവര് പാനലിംഗ് ചെയ്യാ. ഒട്ടി പെയിന്റ് അടിക്കുക. ഇത് പിന്നെ മിത്തുവിന് വായിക്കാൻ. അവിടെ ബാൽക്കണി ഉണ്ട്, നമുക്ക് അവിടെ കാണിച്ച് ഇറങ്ങാം. പിന്നെ ഇത് തുറക്കാനും ഇല്ലേ? അത് ഡ്രൈ ഏരിയ. ഇവിടെ നമ്മള് വാഷിംഗ് മെഷീനും ഡ്രയർ വെച്ചു. സൗകര്യം മഴക്കാലത്ത് അല്ലെങ്കിൽ ഈ ഡിസൈനിൽ അവര് ഇപ്പൊ ആ മോൾഡിങ് എന്ന് പറഞ്ഞില്ലേ അതുപോലെ ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു വാഷ്റൂമിന്റെ വിഷുക്കണി കാണണമല്ലേ? ഞാനിത് ആദ്യം ഇന്റീരിയർ അവിടെ വന്നു നോക്കിയപ്പോ ഞാൻ പറഞ്ഞു ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. രണ്ടാമത് തിരിച്ച് ഈ കോമ്പിനേഷൻ ഫുൾ വൈറ്റ് ആൻഡ് പേർപ്പിൾ. ഇല്ല അങ്ങനെയല്ല, അത് ഞാൻ തുറന്നുതരാം. ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. പക്ഷെ തുറക്കാനൊന്നും എനിക്ക് അറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനത്തെ കണ്ടിട്ടുണ്ടേ. അത് തുറക്കുമേ.
അല്ല ഏറ്റവും അടിയിലത്തെ അതിന്റെ ഉള്ളിലാണ് കുളിക്കുമ്പോ ഡ്രസ്സ് ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പൊ ബക്കറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ ഡ്രസ്സ് ഇടണ്ട. അതിങ്ങനെ ഒരിക്കലും വെള്ളം തട്ടാതെ നമുക്ക് എപ്പോഴാണോ തിരുമ്പാൻ ഉണ്ടാക്കി. അമ്മേ അത് പുള്ളി നോക്കൂ, ആ സാധനം വിളിച്ചു. ഇത് ഡ്രസ്സിംഗ് യൂണിറ്റ് കം ഇതാക്കിയതാണ്. അപ്പൊ എനിക്ക് ഡ്രസ് ചെയ്യാൻ ഇങ്ങനെ ചെയ്ത് അപ്പൊ ഹാഫ് കാണും ചെയ്യും. വെറുതെ ഇതെങ്ങനെ വെച്ചാൽ ഇങ്ങനെയുള്ള ഇതിന്റെ ഒത്ത നടുവില് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇതിന്റെ നടുക്ക്. അപ്പൊ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകും. ഇതിപ്പോ ഇവിടെയാണ് ഓൾറെഡി ബാത്റൂം ഉണ്ടായിരുന്നു. എനിക്ക് ഡ്രസ്സിംഗ് ടേബിൾ വെച്ച് സ്ഥലം കളയാൻ താല്പര്യമില്ല. മിഥുനും എന്തായാലും വേണം. അപ്പൊ പിന്നെ ഇതിന് നല്ല കാണുമ്പോ നമ്മള് കണ്ണാടിയാണ് വിചാരിക്കും. അവരെ കൊണ്ട് പറഞ്ഞു ചെയ്യിച്ചതാ രംഷേട്ടന്റെ പാന്റ് ഒക്കെ. ഇതൊക്കെ ഞാൻ പറഞ്ഞു ചെയ്യിപ്പിച്ചതാ. ആദ്യം അവർക്ക് ഒരു കാറ്റലോഗ് ഉണ്ട് അതേമാതിരി ഇതിന്റെ. അല്ല നമ്മള് ഇങ്ങനെ പറഞ്ഞ് രാവിലെ മുതൽ ഇതിന്റെ ഇത്ര ചെയ്താൽ പോലും ഫുള്ള് കാണും നമ്മളെ. വേറെ ആരെങ്കിലും വന്നാലും നമുക്ക് മറ്റേടത്തൊക്കെ കണ്ടില്ലേ ഒരു കറുത്തത്, ഇത് ഇൻവിസിബിൾ ഗ്രില്ല. അടുത്ത റൂം അച്ഛനാണ് കണ്ടുപിടിക്കേണ്ട. അടുത്ത റൂം അച്ഛന്റെ ഡ്യൂട്ടിയാണ്. അച്ഛന്റെ ഡ്യൂട്ടിയാണ് അടുത്ത റൂം. അച്ഛൻ കണ്ടുപിടിക്കണോ അടുത്ത റൂം? അമ്മക്ക് കിട്ടിയോ? ഇല്ല, അച്ഛന് കിട്ടിയില്ല. വന്നതല്ലേ ഇവിടെ ഒരു ഡോർ ഉണ്ടല്ലോ അല്ലേ? കണ്ടോ? അതാണ് ആ സാധനത്തിന്റെ. ഞാൻ ഒന്ന് തള്ളി നോക്കുമ്പോ ആരെങ്കിലും വരികയാണെങ്കിലൊക്കെ സോഫ കണ്ടാക്കാലോ. കുഷ്യൻ ഇരുന്ന് സംസാരിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേ ബാഗിനായിട്ട് ഞാൻ പറഞ്ഞ് ചേച്ചി നന്നായിട്ടില്ലേ? നടുവില് മാത്രം ഇങ്ങനെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ബാഗ് വെക്കുക. ഈ രണ്ടെണ്ണം തുറക്കില്ല. ഇത് നോർമൽ ഇത്, പക്ഷെ ഇത് ഇങ്ങനെ നടുവില് ഇതിന്റെ കൂടെ കട്ടിട്ടില്ലെങ്കിലേ ആളങ്ങോട്ട് പോകും. ഡ്രസ്സിംഗ് റൂം പോലെ അത് ഡ്രസ്സിംഗ് ആവാം. ഇതൊരു ബെഡ്റൂമാ തോന്നും. ഞാൻ സത്യം പറയാച്ചാലേ നമുക്കിതിനെ പറ്റിയിട്ട് ഒരു അഭിപ്രായങ്ങൾ നെഗറ്റീവായിട്ട് ഒന്നും കാണാൻ, എല്ലാം പോസിറ്റീവ് തന്നെ ഉള്ളൂ. നെഗറ്റീവായിട്ട് എനിക്കിത് ഇത് അങ്ങനെ വേണ്ട ഇത് ഇങ്ങനെ വേണ്ട ഒരു ഇതുമില്ല. ചെയ്തതെല്ലാം ടോപ്പാണ്. ഇത് എവിടെയും കാണാത്തതാണ്. ഒരു സ്ഥലത്ത് പോലും ഈ മോഡലിൽ കണ്ടില്ല. പണി അതെ, പക്ഷെ അച്ഛനന്ന് കണ്ടേക്കാട്ടിലും വ്യത്യാസം വന്നില്ലേ? അല്ലേ? ആ അവർക്കൊക്കെ അടി ടോപ്പ് വർക്കുകളാണ്. അതെ അതെ ശരിയാണ്. ആ അടിഭാഗം ആരും അങ്ങനെ പറയുമ്പോ തന്നെ എന്താ അറിയുള്ളൂ. അല്ലാണ്ട് പിന്നെ ഇവിടെ ഗ്യാപ്പില്ല, ലൈനേ ഉള്ളു. പക്ഷെ ഇവിടെ ശരിക്കും അതിപ്പോ നമ്മളെ അടുത്ത റൂം എവിടെ ചോദിച്ചോണ്ടാ ചോദിച്ചോണ്ടല്ലേ